ഡോക്ടർ ബ്രഷ് ചെയ്തിട്ടും പല്ലിന് കേട് വരുന്നില്ലേ? അത് വരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പല്ലിന് കേടുവരാതിരിക്കാൻ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ടൂത്ത് ബ്രഷിങ് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. മോർണിംഗും നിർബന്ധമായും നൈറ്റും ടൂത്ത് ബ്രഷിങ് ചെയ്യണം. അതും ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട്. ഒരു 70% ക്ലീനിങ് ആണ് ടൂത്ത് ബ്രഷിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 30% പല്ലുകളുടെ ഇടയിലുള്ള ഫുഡ് ഡെബ്രീസ് ഒക്കെ നമുക്ക് ഡെന്റൽ ഫ്ലോസ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, 3 മാസത്തിലൊരിക്കൽ നമ്മുടെ ടൂത്ത് ബ്രഷ് നമുക്ക് മാറ്റാം. അതുപോലെ കേടുവരാൻ കൂടുതൽ സാധ്യതയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കുന്നതും ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എല്ലാ മീൽസിന് ശേഷം ധാരാളം വെള്ളം എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനി ചിലർക്ക് ബ്രഷിങ്ങിന്റെ സമയത്ത് മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്ത് വരുന്നത് കാണാം. ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ മോണരോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. സോ അങ്ങനെയുള്ള ഒരു ഡെന്റിസ്റ്റിനെ മീറ്റ് ചെയ്ത് അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക. ഇനി ഷുഗർ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗർ അണ്ടർ കൺട്രോളിലാണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഷുഗർ കൂടുന്തോറും നമുക്ക് മോണരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറിയ കേടുകൾ വായിൽ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെന്റിസ്റ്റിനെ മീറ്റ് ചെയ്ത് അതിനെ ഫില്ല് ചെയ്ത് പ്രോപ്പറാക്കി വെക്കുക. നമ്മൾ ഫില്ലിങ് ചെയ്യാൻ വൈകിക്കും തോറും അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലോട്ടും അതുപോലെ പല്ല് പറിക്കുന്ന അവസ്ഥയിലോട്ടൊക്കെ പോകുന്നതാണ്. മെയിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, ഒരു 6 മന്ത്സിൽ ഒരിക്കൽ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് ഒരു റെഗുലർ ഡെന്റൽ ചെക്കപ്പ് എടുക്കുക.